ഞാനിത്തിരി വൈകിയല്ലേ സർ? രണ്ടാളും കാത്തുനിന്ന് മുഷിഞ്ഞു കാണും. ഏയ് ഇല്ല, ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. ആ, രാവിലെ നിത്യക്ക് ഭക്ഷണവും മെഡിസിനും ഒക്കെ കൊടുത്ത് അവളെ ഓക്കെ ആക്കി കിടത്തിയിട്ടേ ഇറങ്ങാൻ പറ്റിയുള്ളൂ. അതാ വൈകിയത്. ഇപ്പോഴും നിത്യയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ദേവികയാണോ? അതെ മാഡം, നിത്യയ്ക്കും അതാ ഇഷ്ടം. വേറെ ആര് ഭക്ഷണം കൊടുത്താലും അവള് കഴിക്കില്ല. സംസാരിക്കാനും പ്രതികരിക്കാനൊന്നും കഴിയുന്നില്ലെങ്കിലും ചുറ്റും നടക്കുന്നതെല്ലാം അവൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ പതിയെ പതിയെ നിത്യയ്ക്ക് പ്രതികരണശേഷി തിരിച്ചു കിട്ടും. എങ്ങനെയും നിത്യ ഒന്ന് എഴുന്നിട്ട് കാണണം. അവള് തന്നെ ശരത് എന്ന കുറുക്കനെ ആ വീട്ടിൽ നാട്ടിയിറക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചും കഷ്ടപ്പെട്ടും ഒടുവിൽ സ്വന്തം ജീവിതം ഇല്ലാതാക്കരുത്. എന്റെ ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ സർ? സുധിയേട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അവരുടെ സന്തോഷം. അതിനിടയില് സുധിയുടെ ഹൃദയത്തെ മറന്നു പോരുത്. മാഡം എന്തായി പറയുന്നേ? എനിക്കെന്റെ സുധിയേട്ടൻ്റെ ഹൃദയത്തെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഈ ഭൂമിയിൽ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന തന്നെ ആ ഹൃദയമല്ലേ? നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നോടെന്തോ പറയാനുണ്ടല്ലോ. എന്തായാലും പറഞ്ഞോ. ദേവിക, അത് പിന്നെ ഞങ്ങൾ ഇന്നലെ അഡ്വക്കേറ്റ് ചന്ദ്രലേഖയെ കണ്ടിരുന്നു. പൊന്നുമണിയുടെ കേസിന്റെ ആവശ്യത്തിന്. എന്നിട്ട് കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. പക്ഷേ പിന്നെന്താ പ്രശ്നം? അത് സത്യമാണോന്നറിയില്ല. ചന്ദ്രലേഖ പറഞ്ഞതാ സിദ്ധുവിന്റെ അവരുടെയും കല്യാണം തീരുമാനിച്ചെന്ന്. അതിനിപ്പോ എന്താ? നടക്കട്ടെ, നല്ല കാര്യല്ലേ? പക്ഷേ ദേവിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂ? സുധിയുടെ ഹൃദയത്തിന് അവകാശിയായി മറ്റൊരാൾ കഴിയണം സർ. സുധിയേട്ടന്റെ വേർപാട്, ആ നഷ്ടം ഞാൻ ഉൾക്കൊണ്ടില്ലേ? എന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആരൊക്കെ ശ്രമിച്ചാലും സുധിയേട്ടന്റെ ഹൃദയത്തിൽ മറ്റൊരു പെണ്ണിന് സ്ഥാനം ഉണ്ടാവില്ല. അവിടെ എന്നും ഈ ദേവിക തന്നെയായിരിക്കും. ഞാൻ സിദ്ധുവിനോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ? വേണ്ട സർ. സാറിന് അറിയാലോ, സിദ്ധു എന്നോട് പലവട്ടം ഇക്കാര്യം സംസാരിച്ചതാ. സിദ്ധുവിന്റെ അച്ഛനും വീട്ടിൽ വന്ന് സംസാരിച്ചു. അപ്പോഴെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറിയത്. അതിന്റെ കാരണം ഞാൻ സ്നേഹിക്കുന്നത് സിദ്ധുവിനെ അല്ല, സുധിയേട്ടന്റെ ഹൃദയത്തെ മാത്രമാണെന്നുള്ളതാ. അതാരും മനസ്സിലാക്കുന്നില്ല. ഇനിയിപ്പം ഏതെങ്കിലും ഒരു കാലത്ത് എന്റെ മനസ്സ് മാറൂന്ന് കരുതി കാത്തിരിക്കാൻ സിദ്ധുവിനോട് പറയുന്നത് ക്രൂരതയല്ലേ സർ? അത് വേണ്ട. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ദേവിക, ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. കൈവിട്ട് പോയി കഴിഞ്ഞ് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇല്ല മാഡം, സിദ്ധുവിന്റെ നിശ്ചയത്തോടെ എത്തിയൊരു കല്യാണം ഞാൻ മൂലം മുടങ്ങിപ്പോയത്. ഇനിയിപ്പോ ഒരു പഴയും കൂടി കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, എന്റെ വിദ്യ ഇത്. എന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു യോഗ്യതയില്ലാത്തവളായിപ്പോയി ഞാൻ. വല്ല മുത്തശ്ശി പറയുന്ന പോലെ എന്റെ ജാതകദോഷമായിരിക്കുമല്ലേ? ശരി.
സുധേട്ടാ, എല്ലാവരും വിട്ടുപോവുക. ഏതു പാതിരാത്രിയിലും ഒരു സഹായത്തിന് വിളിക്കാനുണ്ടായിരുന്ന ഒരാളാ സിദ്ധു. ഇനിയിപ്പോ അതും ഉണ്ടാവില്ല. അച്ഛനും കൂടി എന്നെ തള്ളി പറഞ്ഞ പിന്നെ ഈ വീടും ദേവികയ്ക്ക് അന്യാവും. സുധേട്ടന്റെ ഓർമ്മകളുമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന തന്നെ സുഖം. ആരുടെയും പരിഭവവും പരാതിയൊന്നും കേൾക്കണ്ടല്ലോ. അകന്നു പോകുന്ന തോണിയെ നോക്കി തുരത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. നാളെ എന്തെന്ന ഭയമോ പ്രതീക്ഷയോ ഒന്നുമില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല. സുധേട്ടന്റെ ഹൃദയത്തെ ചന്ദ്ര നന്നായിട്ട് നോക്കട്ടെ. അതിനുള്ള ഭാഗ്യം ചന്ദ്രയ്ക്ക്. ഭാഗ്യം കിട്ടിയൊരു ജന്മമായിപ്പോയി എന്റേത്. ഇനി ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഈ മുന്നിൽ വന്ന് നിന്നില്ലെങ്കിലേ എന്റെ ഹൃദയമെടുപ്പം തീർന്നു പോയെന്ന് സുധേട്ടൻ കരുതിക്കോണം. സിദ്ധുവിന്റെ അച്ഛനാണല്ലോ വിളിക്കുന്നത്. അദ്ദേഹം വിളിക്കണമെങ്കിൽ തക്കതായ എന്തെങ്കിലും കാരണം കാണും. ഇനി ആ ചെക്കിന്റെ കാര്യം വീണ്ടും ഇഷ്യൂ ആയി കാണുമോ? അത് കൊടുത്ത് തീരും വരെ ഇഷ്യൂ ആണല്ലോ അക്ഷര. എന്തായാലും ഫോൺ എടുക്ക്, കാര്യം എന്താണെന്ന് അറിയണ്ടേ.